മൈ നെയിം ഈസ് വിനോദ്. എൻ്റെ പേര് വിനോദ് എന്നാണ്. നെയ്യാറ്റിങ്കര ലൈഫ് ഫ്രം ഹെവൻ മിനിസ്ട്രീസിലേക്ക് സ്വാഗതം. കർത്താവിൻ്റെ ഉള്ള വിശ്വാസം വർദ്ധിക്കുന്നതിന് ദൈവശക്തിയാണെങ്കിൽ ഉള്ള അടയാളങ്ങൾ തിരിച്ചറിയുവാനായിട്ട് രണ്ട് അടയാളങ്ങൾ ഞാനിപ്പോൾ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നു. നിങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കുവാൻ ഇത് ഉതകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അന്ന് ജീവിച്ച കർത്താവ് ഇന്നും ജീവിക്കുന്നു. അതേ ശക്തി തന്നെയാണ് ഇന്നും പരിവർത്തനം ചെയ്യുന്നത്. ഞാൻ പറയുന്ന രണ്ട് അടയാളങ്ങൾ. ഒന്ന്, പത്രോസിൻ്റെ നിഴലിൽ ദൈവശക്തി ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. അപ്പോൾ പത്രോസ് നടന്നു പോകുമ്പോൾ രോഗികളെ കൊണ്ട് നിരനിരയായിട്ട് കിടത്തുന്നു. അദ്ദേഹം നടന്നു പോകുമ്പോൾ ഈ കാണുന്ന എല്ലാ രോഗികളും അശുദ്ധാത്മാക്കൾ ബാധിച്ചവരെല്ലാം സൗഖ്യം പ്രാപിക്കുന്നു. അതേ ദൈവശക്തി അതേ ദൈവമാണ് ഇന്നും ജീവിക്കുന്നത്. അതേ ശക്തി ഇന്നുമുണ്ട്. പക്ഷേ ആ ദൈവശക്തി നമ്മൾ പ്രാപിച്ചെടുക്കുക വചനത്തിൻ്റെ അടിസ്ഥാനത്തിലും കർത്താവിൽ പ്രാപിക്കുന്നവർക്ക് മാത്രം കിട്ടും. ദൈവശക്തിയാണെങ്കിലുള്ള അടയാളങ്ങൾ ആണ് ഈ വചനത്തിലൂടെ ഞാൻ പറയുന്നത്. അപ്പോസ്തല പ്രവൃത്തികൾ 5:15 അതുകൂടെ വായിക്കാം. മാത്രമല്ല, ജനങ്ങൾ രോഗികളെ പുറത്തു കൊണ്ടുവന്ന് പത്രോസ് കടന്നു പോകുമ്പോൾ തന്നെ നിഴൽ എങ്കിലും അവരുടെ പല്ലവരുടെ മേലും വീഴേണ്ടതിന് വീഥികളിൽ വിരിപ്പിന്മേലും കിടക്കമേലും കിടത്തും. യെരൂശലേമിന് ചുറ്റുമുള്ള പട്ടണങ്ങളിൽ നിന്ന് ജനങ്ങൾ വന്നുകൂടി രോഗികളെയും അശുദ്ധാത്മാക്കൾ ബാധിച്ചവരെയും കൊണ്ടുവരികയും അവരെല്ലാവരും സൗഖ്യം പ്രാപിക്കുകയും ചെയ്തു. അപ്പോൾ കർത്താവിൻ്റെ അത്ഭുതത്തെ ദൈവത്തിൻ്റെ കൃപയാൽ, പത്രോസിൻ്റെ മേൽ ദൈവം പകർന്ന ആ കൃപയാൽ രോഗികൾ സൗഖ്യമാകുവാനിടെ അതൊരു വലിയ അടയാളമാണ്. അതേ കർത്താവ് തന്നെയാണ് ഇന്നും ജീവിക്കുന്നു. ജീസസ് ഈസ് അലൈവ്. ഓക്കെ, അതേപോലെ ഇനിയും ഒരു അടയാളം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. പൗലോസിൻ്റെ തൂവാലയ്ക്ക്, നമ്മുടെ ഹാൻഡ് കർച്ചീഫിന് എന്ത് ചെയ്യുന്നു? അതിൽ ദൈവശക്തി വ്യാപരിക്കുന്നു. നമ്മുടെ ഷർട്ടിൽ ദൈവശക്തി വ്യാപരിക്കുന്നു. അതിനുള്ള അടയാളങ്ങളുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 19:11-12 വരെ ദൈവം പൗലോസ് മുഖാന്തരം അസാധാരണമായ വീര്യപ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരുന്നു. ദൈവമാണ് ചെയ്യുന്നത്. പൗലോസ് മുഖാന്തരം അവൻ്റെ സ്പർശനമേറ്റ തൂവാലയും മേൽവസ്ത്രങ്ങളും രോഗികളുടെ മേൽ കൊണ്ടുവന്നിറക്കുകയും വ്യാധികൾ അവരെ വിട്ടുമാറുകയും ദുരാത്മാക്കൾ പുറത്തു പോവുകയും ചെയ്തു. ദൈവത്തിൻ്റെ ശക്തിയാൽ നമ്മുടെ ഷർട്ടിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മുടെ ഹാൻഡ് കർച്ചീഫിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ദൈവശക്തി വ്യാപരിക്കുന്നു. ദൈവത്തിൻ്റെ കൃപ പ്രാപിച്ച ദൈവദാസന്മാരിൽ കൂടെ മാത്രം അത് നടക്കത്തുള്ളൂ. എല്ലാ സ്ഥലങ്ങളിലും ദൈവശക്തി പ്രാപിച്ചോ അത് അടയാളമാണ്. ദൈവശക്തി ആണെങ്കിൽ പിന്നെ ഈ ചില അടയാളങ്ങളും അത്ഭുതങ്ങളെല്ലാം നടക്കും. അപ്പോൾ നമ്മളത് തിരിച്ചറിഞ്ഞ് അതനുസരിച്ച് ജീവിതത്തിൽ നാം പോകുന്ന സ്ഥലങ്ങളിൽ ദൈവശക്തിയാണോ ഇല്ലയോ എന്നറിയാം. അതുകൊണ്ട് കർത്താവിൻ്റെ പുറകിൽ നിന്ന് ഒരു രക്തസ്രാവക്കാരിയത്തെ സ്ത്രീ, അവർക്ക് പിന്നെ പോലും സംസാരിക്കാൻ പറ്റത്തില്ലായിരിക്കും, അവരുടെ അത്രയും ബുദ്ധിമുട്ടുന്ന സ്ത്രീ കർത്താവിൻ്റെ പുറകിൽ നിന്നൊന്ന് സ്പർശിച്ചു. അപ്പോൾ ദൈവം പറഞ്ഞു, എന്നിൽ നിന്നും ശക്തി പുറപ്പെട്ടു പോയത് ഐ ക്യാൻ ഫീൽ ഇറ്റ്. ആരോ എന്നെ വിശ്വാസത്താൽ സ്പർശിച്ചു. പ്രൈസ് ദി ലോർഡ്. അതേപോലെ കർത്താവിൻ്റെ ഈ അത്ഭുത പ്രവൃത്തികൾ ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നു. അനേക കൺവെൻഷൻ സെൻ്ററുകളിലൂടെ ഇതാർക്കും ചിലവർ പറയും ഇതെല്ലാം ചുമ്മയാണ്. ഒരു ദിവസം ആശുപത്രിയിലൊന്നും പോയിട്ടും ഒരു മാറാത്ത രോഗികളുണ്ടോ? അവർക്ക് തിരിഞ്ഞു നോക്കാവുന്നില്ലല്ലോ. അങ്ങനെയുള്ളവരെ വിശ്വാസത്താൽ രോഗമില്ലാത്തവർ കൊണ്ടുപോകും. അത് നടക്കുമെന്ന് അറിയണമല്ലോ. ഇത് വിശ്വാസമാണ്. അന്ന് നടന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും ഇന്നും നടക്കും. പക്ഷേ വിശ്വാസത്താൽ കൊണ്ടുപോകണം. രോഗികൾക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യണം? രോഗമില്ലാത്തവർ കൊണ്ടുപോകുക. ദൈവത്തിൻ്റെ സഭകളിലും കൺവെൻഷൻ സെൻ്ററുകളിലും പോകുക. അവർ പറയുന്ന വചനങ്ങൾ നല്ലതാണോ എന്ന് നമ്മൾ എഴുതിയെടുത്തിട്ട് വീട്ടിൽ കൊണ്ടുവന്നത് ശോധന ചെയ്ത് നോക്കണം. വചനത്തെ ചുറ്റി മറപ്പിക്കുന്ന ചില ആൾക്കാരുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ എന്തായാലും അങ്ങനെ ചെയ്യത്തില്ല. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് വിശ്വാസം വർദ്ധിക്കട്ടെ. വിശ്വാസത്താൽ ജീവിക്കുകയും നാം കർത്താവിൻ്റെ വീണ്ടും വരവോളം നിലനിൽക്കുന്നവരായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്.